കേരള ഹൈക്കോടതി റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആദ്യം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കണം. യോഗ്യതാ മാനദണ്ഡങ്ങളും അപേക്ഷകൾ സമർപ്പിക്കേണ്ട ഓരോ ഘട്ടങ്ങളും വീഡിയോയിൽ ചേർക്കുന്നു. നോട്ടിഫിക്കേഷൻ. സ്ഥാപനം കേരള ഹൈക്കോടതി. ജോലിതരം സെൻട്രൽ ഗവൺമെൻറ്. നിയമനം സ്ഥിരം. ജോലിസ്ഥലം എറണാകുളം. ആകെ ഒഴിവുകൾ 32. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ. അപേക്ഷിക്കേണ്ട തീയതി 2024 മെയ് 3 മുതൽ. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ 1996 മെയ് 30-നും 2002 മെയ് 29-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും പ്രായപരിധിയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നതാണ്. മറ്റ് സംവരണ വിഭാഗക്കാർക്ക് സർക്കാർ നിയമാനുസൃത വയസ്സിളവ് ബാധകം. വേക്കൻസി ഡീറ്റെയിൽസ്. കേരള ഹൈക്കോടതി ആകെ 32 റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്കാണ് നിലവിൽ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ. നിയമത്തിൽ ബിരുദം. സാലറി ഡീറ്റെയിൽസ്. കേരള ഹൈക്കോടതി റിക്രൂട്ട്മെൻറ്റ് വഴി റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് മാസം 30,000 രൂപ ശമ്പളം ലഭിക്കും. സെലക്ഷൻ. ഒബ്ജക്റ്റീവ് പരീക്ഷ, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ, ഇൻ്റർവ്യൂ. ഹൗ ടു അപ്ലൈ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് യോഗ്യത പരിശോധിക്കുക. 2024 മെയ് 29 വരെ അപേക്ഷിക്കാം. കേരള ഹൈക്കോടതിയുടെ ഒഴിവുകളിലേക്ക് ആദ്യമായി അപേക്ഷിക്കുന്നവർ ന്യൂ ആപ്ലിക്കൻ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് രജിസ്റ്റർ ചെയ്യുക. മറ്റുള്ളവർ അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷിക്കാൻ ആരംഭിക്കുക. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. അപേക്ഷിക്കുന്ന സമയത്ത് സാധുവായ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും നൽകുക. എല്ലാ വിവരങ്ങളും നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷാ ഫോമിൻ്റെ പകർപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.